ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പാപ്പുട്ട്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. വീഡിയോ കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത അതേ കപ്പിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിക്ക് അനുസരിച്ച് പാലിന്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പൊ ഈ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു പരുവത്തിനെല്ലാം നന്നായിട്ട് മിക്സ് ആകുമ്പോൾ അത്യാവശ്യം ഒരു ലൂസ് ആയിട്ടുള്ളൊരു മാവായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഈ ഒരു പരുവത്തിന്. ഇനി നമുക്കിത് അടച്ച് ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കണം. ഈ അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ പാലെല്ലാം ഈ പൊടിയിലേക്ക് പിടിച്ച് വീണ്ടും ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു പിടി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഏകദേശം ഇച്ചിരി ഒരു ലൂസായിട്ടുള്ള പരുവത്തിൽ തന്നെ വേണം നമ്മുടെ മാവ് കിട്ടാന്. ഈ ഒരു പരുവത്തിന് കിട്ടിയതിന് ശേഷം നമുക്കിനി ഇത് ആവി കയറ്റി എടുക്കണം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം. പാത്രത്തിന്റെ എല്ലാ വശത്തും ഒന്നാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയി പോകാതെ കുറച്ചൊരു ലൂസ് പരുവത്തിൽ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ടെല്ലാം ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ നേരത്തെ ചിരണ്ടിയ തേങ്ങയുടെ കുറച്ച് മേലേക്ക് തൂവി കൊടുക്കാം. തേങ്ങ മുഴുവൻ മേലെ തൂവി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് ആവിയേറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇതേപോലെ ചെറിയ ചെറിയ സ്ക്വയർ ആക്കിയിട്ട് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വൈറലായിട്ടുള്ള പാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല ചൂടോടെ ചിക്കൻ കറീന്റെ കൂടെയും അങ്ങനെ നോൺ വെജ് കറീന്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റം ആണിത്. അപ്പൊ ഇതുവരെയും തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. ഈ ഒരൊറ്റ റെസിപ്പിയോടെ ഞാൻ പാപ്പുട്ടിന്റെ ഫാനായി മാറിയിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക. ഒപ്പം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.